ഇക്കു ബേബി ഇന്നേ കുളിച്ചാൻ പോവാ. ബ്യൂട്ടി പാർലറിൽ പോവാ. ബ്യൂട്ടി പാർലറിൽ അല്ലേ ഇക്രൂട്ടാ? എവിടിച്ച പോണ്? ഇക്രൂട്ടൻ കുളിക്കാൻ പോണത് അഞ്ജലിയുടെ അവിടേക്കാണ് കേട്ടാ. പെട്രിക്സ്. ആക്ച്വലി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ അവിടെയാണ് കംഫർട്ട്. വേറെ ഒരുപാട് സ്ഥലത്ത് കൊണ്ടുപോയിട്ടുണ്ട്, ചെയ്യിച്ചിട്ടുണ്ട്. പക്ഷെ എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് വരാറുണ്ട്. കാരണം അവൻ്റെ ഫേസിന് ഒരു പ്രത്യേകതയുണ്ട്. അത് അഞ്ജലിക്ക് കൃത്യമായിട്ട് അറിയാം. അതറിഞ്ഞുകൊണ്ടാണ് അഞ്ജലി അവൻ്റെ ഫേസൊക്കെ കട്ട് ചെയ്യാറുള്ളൂ. വേറെ എവിടെ ഫേസ് കട്ട് ചെയ്താലും ശരിയാവാറില്ല. അതിനേക്കാൾ അപ്പുറം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അഞ്ജലിയുടെ അവിടെ അവൻ കംഫർട്ടാണ്. വേറെ എവിടെയും പോയി ഇങ്ങനെ ആരും കുറ്റം പറയുന്നല്ല കേട്ടാ. പക്ഷെ ഇവൻ്റെ ഒരു കംഫർട്ട് സോണാണ് ഞാൻ നോക്കണത്. അവിടെ പോയി അവനവിടെ അഞ്ജലിയുടെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ്. അവിടെ ഓടിക്കളിക്കലും ചാടിക്കളിക്കലും. സാധാരണ ചില ഡോഗ്സ് ഉണ്ട് ഈ വാഷിങ്ങിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാറിന്ന് ഇറങ്ങില്ല, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ഇങ്ങനെ അള്ളി പിടിച്ചിട്ടിരിക്കും. ഇവനതല്ല. ഇവൻ അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒന്നും വേണ്ട, അവനൊരൊറ്റ ഓട്ടാണ് അങ്ങോട്ട്. അവൻ്റെ ലോകമാണ്. അഞ്ജലി എന്ന് പറയുമ്പോഴേക്കും ഇവന് കൃത്യമായിട്ട് അറിയുകയും ചെയ്യും. എനിക്ക് ഇവൻ്റെ കംഫർട്ട് സോണാണ്. അവൻ വേറെ എവിടെ പോയാലും സാഡ് അടിച്ചിട്ട് വരും. സാഡ് അടിച്ച് കിടക്കും. വാഷ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര വിഷമമാണ്. അപ്പം എന്തായാലും ഇവനൊന്ന് ക്രിസ്മസ് ആയിട്ടൊന്ന് കുളിച്ച് സുന്ദര കുട്ടപ്പനായിട്ട് വരട്ടെ. അത് ക്രിസ്മസിന് മുന്നേ ഒന്നും കൂടി കുളിപ്പിക്കേണ്ടി വരും കേട്ടോ. അല്ലേ അഞ്ജലി? എൻ്റെ അവിടേക്ക് പോവാ. അഞ്ജലിയുടെ അവിടേക്ക് പോകണ്ട കുളിച്ചാൻ വേണ്ടിയിട്ട്. ഇക്കൂട്ടാ അഞ്ജലിയുടെ അവിടേക്ക് പോകണ്ട കുളിച്ചാൻ വേണ്ടിയിട്ട്. വയ്യോ, ഞാൻ അഞ്ജലിയുടെ അടിച്ച് പോവാണേ. വയ്യോ, അത് നിറയെ ചളിയുണ്ട്. കോലം കണ്ടില്ലേ? ഭയങ്കര മോശമായിട്ടിരിക്കുക. ഇനി കുളിച്ച് ഞങ്ങൾ ചുഞ്ചര കുട്ടനായിട്ട് കാണാം കേട്ടാ. ഇതേ അങ്ങനെ ഇക്രൂട്ടൻ്റെ വാഷിങ് തുടങ്ങി. ഭയങ്കര കംഫർട്ടാണ്. വളരെ കൂളായിട്ട് ഒരലമ്പില്ലാണ്ട് ഇക്രു ബേബി അവിടെ നിന്ന് കൊടുക്കും വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ വാഷ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു കുടച്ചിലുണ്ട്. ഏതോ ഒരു സിനിമയിൽ പൊന്നിൻ്റെ പൊന്നോ ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റില്ല. ആ അവസ്ഥയാണ്. ഇത് ഇക്രൂട്ടിന് ഏറ്റവും ഫേവറേറ്റുള്ള കാര്യമാണ് ഡ്രയർ വെച്ചിട്ട് ഉണക്കുന്നത്. ഇനി ഒന്നും അവനൊരു സീനില്ല. നല്ല മോനായിട്ട് കാണിച്ചു കൊടുക്കും. നിങ്ങൾ ഉണക്കേ കട്ട് ചെയ്യേ എന്ത് വേണമെങ്കിൽ ചെയ്തോ. ഇനി നമ്മുടെ അഞ്ജലി ആൻറ്റിയും ഇക്രു ആൻറ്റും തമ്മിലുള്ള സീക്രട്ട് പറച്ചിലാണ്. അവർ തമ്മിലുള്ള രംഗങ്ങളെ കാണുന്നത്. അറ്റ്ലാസ്റ്റ് നോക്ക്, ഇക്രൂട്ടനെ നോക്കും എല്ലാവരും. എത്ര സുന്ദരനായിട്ടിരിക്കണു. ഞങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കാൻ പോവുക. ഹാപ്പി ക്രിസ്മസ് പറയും ഇക്രു ബേബി. തൊപ്പിയൊക്കെ വെച്ച് നല്ല സുന്ദര കുട്ടപ്പനായിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്.